യൂറോപ്പ് കലാപകലുഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ UK ഒരു പ്രതിഷേധം കണ്ടതാണ്. വലതുപക്ഷ പാർട്ടികളുടെ വലിയ പ്രതിഷേധമാണ് അവിടെ കണ്ടത്. ഇതേ തുടർന്ന് അവിടെയുള്ള കുടിയേറ്റക്കാർ സ്റ്റോപ്പ് റേസിസം എന്ന പേരിൽ വേറൊരു പ്രതിഷേധം അവിടെ തുടങ്ങിയിരുന്നു. ഈ രണ്ടുപേരും കൂട്ടിമുട്ടാതിരിക്കാൻ, രണ്ടുപേരുടെ പ്രതിഷേധങ്ങളും കണ്ടുമുട്ടാതിരിക്കാൻ അവിടെയുള്ള പോലീസ് പെടാപ്പാട് പെട്ടതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇറ്റലിയിലാണ് വലിയൊരു പ്രതിഷേധം നടന്നത്. കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ ജൂതന്മാർക്ക് നേരെ വലിയ ആക്രമണം നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ ഫ്രാൻസിലാണ് 2 ലക്ഷം പേർ തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്കും ചെലവ് ചുരുക്കൽ നയങ്ങൾക്കുമെതിരെയാണ് ഫ്രാൻസ് വൻ പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 200-ലധികം നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി ആയിരക്കണക്കിന് തൊഴിലാളികൾ, വിരമിച്ചവർ, വിദ്യാർത്ഥികൾ, പൗരന്മാർ എന്നിവരാണ് തെരുവിലിറങ്ങിയത്. പാരീസിലെ പ്ലേസ് ഡി ഇറ്റലിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരത്തെ മുഴുവൻ പിടിച്ചുകുലുക്കി. ഈഫിൽ ടവർ അടച്ചിടേണ്ട സാഹചര്യമുണ്ടായി. പണിമുടക്കിൽ രാജ്യത്തിന്റെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഈഫിൽ ടവറാണ് അടച്ചുപൂട്ടിയത്. ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്തുടനീളം 2 ലക്ഷത്തിലധികം പേരാണ് തെരുവിലിറങ്ങിയത്. പാരീസിലെ പ്ലേസ് ഡി ഇറ്റാലിയിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച റാലി പ്ലേസ് വൗബാനിലെത്തി. പ്രതിഷേധക്കാർ ജ്വാലകൾ കത്തിച്ചു, ബാനറുകൾ വീശി, സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഈഫിൽ ടവർ കൈകാര്യം ചെയ്യുന്ന കമ്പനിയായിട്ടുള്ള സൊസൈറ്റി ഡി എക്സ്പ്ലോയിറ്റേഷൻ ഡി ലാ ടൂർ ഈഫൽ തലവൻ ജീൻ ഫ്രാങ്കോയിസ് മാർട്ടിൻ ഇക്കാര്യം പറയുന്നു. മിക്ക തൊഴിലാളികളും പണിമുടക്കിലായിരുന്നു. അതിനാൽ ദേശീയ പണിമുടക്ക് പ്രസ്ഥാനം കാരണം ഈഫിൽ ടവർ പൂട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓൺലൈനായി ടിക്കറ്റ് വാങ്ങിയ വിനോദസഞ്ചാരികൾക്ക് പണം തിരികെ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ കാരണം ഈഫിൽ ടവർ അടച്ചിടുന്നത് സമീപ ദിവസങ്ങളിൽ ഇത് 2ാം തവണയാണ്. സെപ്റ്റംബർ 18-ന് ബ്ലോക്ക് എവറിത്തിങ് ക്യാമ്പയിനിടെയാണ് ഇതാദ്യമായി ആക്രമണം തടയാൻ 76,000 നിയമപാലകരെ വിന്യസിച്ചുകൊണ്ട് പൂട്ടിയത്. നേരത്തെ പ്രതിഷേധക്കാർ ഫയർ ബോംബുകളും കണ്ണീർ വാതകങ്ങളും പ്രയോഗിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നു. സെപ്റ്റംബർ 18-ന് 1,00,000-ലധികം ആളുകൾ തെരുവിലിറങ്ങിയ വമ്പിച്ച മാർച്ചിന് ശേഷം പ്രതിഷേധങ്ങൾ വീണ്ടും ചൂടുപിടിക്കുകയാണ്. ഫ്രാൻസിൽ രാഷ്ട്രീയ അസ്ഥിരത അതിന്റെ ഉച്ചസ്ഥായിലാണ്. പ്രസിഡന്റ് ഇമാനുവൽ മാക്രോന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കേവല ഭൂരിപക്ഷമില്ല. നികുതി താവളങ്ങൾ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന HBMH CEO ബെർണാഡ് അൾനോട്ട് പോലുള്ള ശതകോടീശ്വരന്മാർക്കെതിരെ പ്രതിഷേധക്കാർ പോസ്റ്ററുകൾ പ്രകടിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.